ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ മക്കളുടെ മുഖമൊക്കെ നന്നായി മുളഞ്ഞിരിക്കുകയാണ് കാറ്റ് കാരണം. അപ്പോൾ കാറ്റുകൊണ്ട് മുളിയാതിരിക്കാനും മുഖം നന്നായി ബ്രൈറ്റായിരിക്കാനൊക്കെ വേണ്ടി ഒരു എണ്ണ തയ്യാറാക്കാൻ പോവാണ് കേട്ടോ. അതിനായി നമ്മൾ എടുത്തിറക്കുന്നത് നല്ല പച്ച മഞ്ഞളും പിന്നെ കസ്തൂരി മഞ്ഞളുമാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് നന്നായി പറിച്ചെടുത്ത് കഴുകി നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരയ്ക്കുകയാണ് കേട്ടോ. ചെറിയ ജാറെടുത്ത കാരണം കൊണ്ട് ഞാൻ മഞ്ഞളൊക്കെ കുറച്ച് വലുപ്പമുള്ളതുകൊണ്ട് കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത് കേട്ടോ. കസ്തൂരി മഞ്ഞളും പച്ചമഞ്ഞളും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തിടുന്നത്. ഇനി അത് നന്നായി മിക്സിയിലിട്ട് അരയ്ക്കുകയാണ് കേട്ടോ. ഒരുവിധം അരഞ്ഞാൽ മതി, ഒരുപാട് അരയണമെന്നില്ല. അതിൻ്റെ ചാറ് നമുക്ക് കിട്ടുന്ന പോലെ ഒന്ന് അരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ചീൻചട്ടി ഗ്യാസ് വെച്ച് അതൊന്ന് കത്തിച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഞങ്ങൾ ആദ്യം കുറച്ചാട്ടോ ഉണ്ടാക്കുള്ളൂ, പിന്നെ കഴിയുമ്പോൾ ഉണ്ടാക്കുക ചെയ്യുക. നമുക്ക് മഞ്ഞൾ ആവശ്യത്തിന് വീട്ടിലുള്ളത് കൊണ്ട് കഴിയുമ്പോൾ ഉണ്ടാക്കുകയാണ് ചെയ്യാറ്. ഇപ്പോൾ അത് വെച്ച മഞ്ഞൾ ആ എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഇട്ടു കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വരണം. ഈ മഞ്ഞളും എണ്ണയും കൂടിയിട്ട് വേറെ നിൽക്കും. നന്നായി മുരിഞ്ഞ് വരുമ്പോഴാണ് നമ്മളത് വാങ്ങുക കേട്ടോ. അപ്പോൾ അത് ഞങ്ങളൊരു കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഇളക്കുന്നുണ്ട്. തീ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ മഞ്ഞളൊക്കെ കരിഞ്ഞു പോകും, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ എല്ലാവരും ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ എണ്ണ ആവാറായി തുടങ്ങിയിട്ടുണ്ട്. എണ്ണയും മഞ്ഞളൊക്കെ അങ്ങനെ വേറെ വേറെ ആയിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതെ, ഈ ഒരു പരുവം എത്തുമ്പോൾ നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മളത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതൊരു കുപ്പിയിൽ ആക്കുകയാണ് ചെയ്യാറ്. പിന്നെ ഇതിൻ്റെ ചട്ടി തുടയ്ക്കാന്നൊരു പരിപാടി ഉണ്ടല്ലോ, അത് നമ്മൾ ലാസ്റ്റ് അതൊരു കുപ്പിയിലേക്ക് അരിച്ച് വെച്ചതിന് ശേഷം ആ ചട്ടിയിലുള്ള എണ്ണ മക്കളുടെ മുഖത്ത് തേക്കുകയാണ് ചെയ്യാറ് കേട്ടോ. ചെറിയ മോൾക്ക് തീരെ ഇഷ്ടമല്ല എണ്ണയൊന്നും മുഖത്ത് തേക്കുന്നത്. എന്നാലും ഞങ്ങൾ മുളിയാതിരിക്കാൻ വേണ്ടി തേച്ച് കൊടുക്കാറുണ്ട്. ഇത് നല്ലൊരു ഹോം റെമഡിയാണ്. ഈ കാറ്റ് കാലത്ത് നമ്മുടെ മുഖമൊക്കെ നന്നായി മുളി വരും. എൻ്റെ അമ്മ എൻ്റെ ചെറുപ്പത്തിലൊക്കെ എനിക്കും ഇത് തന്നെയാണ് കേട്ടോ തേച്ച് തരാറ്. അപ്പം ഞാനിപ്പോൾ എൻ്റെ മക്കൾക്കും തേച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ സ്കിന്നിന് യാതൊരു കേടും വരുത്താത്ത ഇൻഗ്രീഡിയൻസ് ആയ കാരണം നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഇത് നല്ലൊരു ഹോം റെമഡി തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ വരുന്നവർക്ക് ബൈ ബൈ.